അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കൊല്ലം ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ബീച്ചിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ ബീച്ചിലോട്ട് വരുന്നത്. അടിപൊളി വൈബാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ടൈമിൽ വന്ന് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടൈമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ ബാക്കിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ തിരമാലകൾ വന്നങ്ങ് അടിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല, ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു തിരമാലയുടെ ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ട്, നമ്മൾ എത്ര മെന്റലി ആണെങ്കിലും നമ്മുടെ ഹെൽത്തി ആണെങ്കിലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും പോയിട്ട് നമ്മൾ ഒരു ഫ്രീ ആയിരിക്കും. അടിപൊളിയാണ്. ഈ ഒരു തിരമാല കണ്ടിരിക്കാനാണ് നമുക്ക് ഏറെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ടൈമിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഫാമിലിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഇരുട്ടാണ്. ഒരുപാട് ഫാമിലികൾ വന്നിട്ട് ഇപ്പം എല്ലാവരും ഭയങ്കര റെസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നതിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ എന്തായാലും നിനക്ക് ഒരു അഭിപ്രായം ഈ ഒരു ടൈമിൽ വന്നപ്പോഴത്തേക്ക്? നല്ലൊരു വൈബാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. തിരുമല ഇവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എക്സാമും അതിന്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വാപ്പി തന്ന ഒരു ഗിഫ്റ്റ് ആണിത്. ഒരുപാട് താങ്ക്സ് എൻ്റെ വാപ്പിക്ക്. അപ്പൊ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. നല്ല ഇളം കാറ്റും ആ എക്സാമിനുള്ള ആ പേടി ഒക്കെ നമുക്ക് ഒന്നും ഓർക്കത്തില്ല ഇവിടെ വന്നിരിക്കുമ്പോൾ. ആ ഒരു സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എക്സാമിന് മുമ്പ് ഒന്ന് ഈ ബീച്ചിലൊന്ന് വന്ന് നമ്മുടെ മനസ്സ് തുറന്നിരിക്കുകയാണ്. നമ്മുടെ എക്സാമിലെ പോർഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും. നമുക്കൊരു റിലാക്സിങ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് എൻ്റെ വാപ്പിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. വാപ്പി എനിക്ക് തന്നതിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. ബട്ട് ഈ ഒരു ടൈമിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഉമ്മി ഇത്രയും നാളായിട്ട് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. വന്നപ്പോ ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നു, മനസ്സിനൊരു സന്തോഷമുണ്ട് ഇവിടെ വന്നിരുന്നപ്പോ. അപ്പൊ മക്കള് പറഞ്ഞ കണക്ക് നല്ലൊരു സന്തോഷമുണ്ട്, മനസ്സിന് ടെൻഷനൊന്നും ഇല്ല. മറ്റേ ഞങ്ങള് പകലൊക്കെ 5 മണിക്ക് ഒക്കെ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പോയി. രാത്രി സമയത്ത് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഒരു സ്ട്രെസ് ഒക്കെ പോകുന്നുണ്ടല്ലേ ഉമ്മി? നമുക്ക് ടെൻഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരു ഇളം കാറ്റ്, ഈ ഒരു തിരമാലയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയവും പോകും. സന്തോഷമുണ്ട്, ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ഇപ്പൊ. സന്തോഷം കൊണ്ട് ഈ ഒരു ടൈമിൽ വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോവാൻ തോന്നില്ല. അതാണ് മെയിൻ കാര്യം. അപ്പൊ നമ്മള് ബീച്ചിൽ വന്നേല്ലേ, അപ്പൊ നമ്മള് തിരയില് നമ്മുടെ കാൽ നനയ്ക്കാതെ എങ്ങനെ പോവാ? പക്ഷേ ഞാൻ നനയ്ക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് തിരയിൽ ഇറങ്ങാൻ പേടിയാണ്. പിന്നെ വാപ്പിയും പറഞ്ഞു നമുക്ക് തിരയിൽ ഇറങ്ങണ്ട, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഞാൻ തിര കാണിച്ചാന്ന് വെച്ച് ഇവിടം വരെ വരികയാണ്. അപ്പൊ പിന്നെ നല്ല ശക്തമായിട്ടുള്ള തിരയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടം വരെ നിൽക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ തിര. ഇവിടം വരെ നമ്മളെ തിര കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലോട്ട് തിര കയറി വരും കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള തിരയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ തന്നെ അടിപൊളി തിര. കൊറേ പേര് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് പേര് കാല് നനയ്ക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇവിടം വരെ എത്തി കേട്ടോ. ഞാൻ തിരയിൽ പോകുന്നില്ലാന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തിര ഇന്ന് കയറി വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് അധികം ഒന്നും കാണാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാം. അപ്പൊ നല്ല തിരയാണ്. അവിടെ പോയി ഇപ്പൊ ഇത്രയും നേരം വന്നതിനെക്കാട്ടി അടിപൊളി തിര. ഇപ്പൊ അവിടെ വരെ കയറി വരുന്നുള്ളൂ ഗൈസ്. കുറച്ചും കൂടി വെളുപ്പിനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹാഫ് നമ്മൾ ഇരുന്നതിന്റെ ആ ഒരു സൈഡിൽ വരെ നമ്മുടെ തിര കയറി വരും. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായവും താഴെ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിടക്കാച്ചി തകർപ്പൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേരാരും മറക്കണ്ട, സുലു ബ്ലോഗ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.